കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറിലേഷൻ്റെ ഡയറക്റ്റ് മെത്തേഡ്, അതിൽ തന്നെ ടൈപ്പ് 1 മെത്തേഡ്, അതായത് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് ഓർ മെത്തേഡ് ബേസ്ഡ് ഓൺ ദി യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ, നമുക്ക് തന്നിരിക്കുന്ന ആക്ച്വൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന മെത്തേഡാണ്. നമുക്കിനി ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ നമ്മൾ ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നോക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ടൈപ്പ് 2 ഡീവിയേഷൻസ് ആർ ടേക്കൻ ഫ്രം ആക്ച്വൽ മീൻ. ആക്ച്വൽ മീൻ, ഇവിടെ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നുണ്ട്, എക്സ് ബാറും വൈ ബാറും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒന്നാമത്തെ ഒരു ഫോർമുലയാണ് ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അതായത് ഇവിടെ നമുക്ക് ഈ സിഗ്മ സൂചിപ്പിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് അല്ലേ. സിഗ്മ വൈ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചത്, വൈ ആ വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് സൂചിപ്പിക്കുന്നത്, എക്സും വൈ സൂചിപ്പിക്കുന്നത്, അതിന് നമുക്ക് ഈ നോക്കി ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാറാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഓരോ എക്സ് വേരിയബിളിനെയും അതിൻ്റെ എക്സ് ബാർ അതിൽ നിന്ന് കുറച്ചുകൊണ്ടല്ലേ, അതായത് മീൻ കുറച്ചുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് ക്ലിയർ ആവും. അത് ഇതാണ് എക്സ് വേരിയബിൾ, നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ വേരിയബിൾ വൈ വേരിയബിൾ അല്ലേ. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ എക്സ് ബാർ, എക്സിൻ്റെ നമ്മൾ എക്സ് ബാർ മീൻ കണ്ടുപിടിക്കും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വേരിയബിളും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട്, ഇതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മീൻ കിട്ടും, എക്സ് ബാർ കിട്ടും. അതുപോലെ തന്നെ വൈയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നു. അതായത് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ അല്ലേ, അതാണ് വൈ ബാർ എന്ന് പറയുന്നത്. എക്സ് ബാർ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് ഇതെല്ലാവരും കൂട്ടുന്നു, അതിനുശേഷം എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാറും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് നമ്മൾ എടുത്തെഴുതി, അതിനുശേഷം വൈ എടുത്തെഴുതി, അതിനുശേഷം നമുക്ക് ഈ സ്മോൾ എക്സ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മുടെ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്മോൾ എക്സ് നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എക്സ് വാല്യൂവിൽ നിന്ന് നമ്മൾ എക്സ് ബാർ കുറയ്ക്കണം. അപ്പോൾ എക്സ് ബാറും വൈ ബാറും ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ എക്സ് കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, നമുക്ക് 200 എന്ന് കിട്ടി. 200 ഡിവൈഡ് ബൈ എൻ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 200 ഡിവൈഡ് ബൈ 10 20 എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വൈ ബാറും കണ്ടുപിടിക്കണം. വൈയുടെ കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, അതിനുശേഷം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. 10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റത്തിൽ എത്ര ഐറ്റം ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 20, 16 അങ്ങനെയുള്ള ഒരു പൂർണ്ണസംഖ്യകളാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റഗർ എന്നൊക്കെയാണ് പറയുന്നത്. ഇൻറ്റഗർ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പർ എന്ന് പറയും. അങ്ങനെ നമുക്ക് പൂർണ്ണസംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ എന്താണ്, ഫ്രാക്ഷണൽ നമ്പർ കിട്ടുക അല്ലേ. ഇപ്പോൾ 19.268 അല്ലെങ്കിൽ 12.528 ആ രീതിയിലുള്ള ഫ്രാക്ഷണൽ നമ്പർ നമുക്ക് കിട്ടാം. ഫ്രാക്ഷണൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഷോർട്ട് കട്ട് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ബാറും വൈ ബാറും നമുക്ക് കിട്ടുന്നത് ഫുൾ നമ്പർ ആണെങ്കിൽ, അത് കംപ്ലീറ്റ് നമ്പർ ഹോൾ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റഗർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഫോർമുലയുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് ഉൾപ്പെടുന്ന ഒരു ഫോർമുല, അതുകൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉൾപ്പെടാതെ ഉള്ള ഈ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് കമ്പാരിറ്റീവ്ലി അല്പം കൂടെ എളുപ്പമുള്ള ഒരു ഫോർമുലയാണ് ഇത്. മറ്റേ ഇതിലാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സും വൈയും എന്ന് പറയുന്നത് നേരിട്ട് എക്സും വൈയും അല്ല, എക്സ് മൈനസ് എക്സ് ബാർ, വൈ എന്ന് പറയുമ്പോൾ വൈ മൈനസ് വൈ ബാറാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് എക്സിനെ വൈനെ ഇവിടെ എടുക്കുക എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സും വൈ എന്താണെന്നുള്ളത്. അപ്പോൾ ദീസ് ഫോർമുല ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് വെയർ എക്സ് ബാർ ആൻഡ് വൈ ബാർ ആർ നോട്ട് ഇൻ ഫ്രാക്ഷൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന എക്സ് ബാറും വൈ ബാറും അത് ഫ്രാക്ഷണൽ നമ്പർ അല്ല എങ്കിൽ, ബട്ട് ദേ ആർ ഇൻറ്റഗേഴ്സ് അല്ലേ, അതായത് ഹോൾ നമ്പർ ആണെങ്കിൽ, ഇൻറ്റഗേഴ്സ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മൾ ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രോബ്ലം നമുക്ക് ബാക്കിയോടെ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എക്സും വൈയും നമ്മൾ ആദ്യം കോളത്തിലേക്ക് എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഫോർമുലയിൽ ഉപയോഗിക്കേണ്ട ഈ ഒരു എക്സും ഫോർമുലയിൽ ഉപയോഗിക്കേണ്ട വൈയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യുക, എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സിൽ നിന്ന് നമുക്ക് 17 മൈനസ് എക്സ് ബാർ എത്രയായിരുന്നു, 20. 17 - 20 -3.
ഇനി 18 മൈനസ് 20 -2, 19 മൈനസ് 20 -1 അല്ലേ. അങ്ങനെ ഇതെല്ലാം കുറച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുലയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു എക്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഇക്വേഷനിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ -3 × -3 9, -2 × -2 4. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാത്തിനും നമ്മൾ ഇതുപോലെ എക്സ് സ്ക്വയറും കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ y എഴുതിയിട്ടുണ്ട്. വൈയിൽ നിന്ന് y - y ബാർ അല്ലേ. y ബാറോട് കണ്ടുപിടിച്ചിട്ടുണ്ട് 16 ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തെയും 16 നിന്ന് കുറയ്ക്കുക. അത് 16നെ ഓരോ ഐറ്റത്തിൽ നിന്ന് കുറയ്ക്കുക അല്ലേ. 12 - 16 -4, 16 - 16 0, 14 - 16 -2 അല്ലേ. ആ രീതിയിൽ നമുക്ക് ഈ ഒരു വൈയും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി y സ്ക്വയർ കണ്ടുപിടിക്കണം. -4 × -4 16, 0 × 0 0 തന്നെ അല്ലേ. -2 × -2 4. അപ്പോൾ ആ രീതിയിൽ നമ്മൾ y സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് xy കണ്ടുപിടിക്കണം. xy എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുവച്ചിരിക്കുന്ന ഈ എക്സും അല്ലേ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന വൈയും തമ്മിൽ അല്ലേ. -3 × -4 എത്രയാണ്, +12. അപ്പോൾ അതേ രീതിയിൽ ഈ എക്സും ഈ വൈയും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം സാധാരണ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ടോട്ടൽ ചെയ്തിടും അല്ലേ. ഇതെല്ലാം നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക്, അതായത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഉപയോഗിക്കേണ്ടാത്ത ഇക്വേഷൻ, ഇത് നമുക്ക് ആദ്യം ചെയ്യാം. r = σxy / √σx² × σy² അല്ലേ. അപ്പോൾ σxy നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 35. അതിവിടെ എടുത്തെഴുതുന്നു. σx² എന്ന് പറയുമ്പോൾ എത്രയാണ് വന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് σx² കിട്ടിയിരിക്കുന്നത് 30 ആണല്ലേ. σx², അതായത് x²ൻ്റെ ടോട്ടൽ, ഈ x²ൻ്റെ ടോട്ടൽ എടുക്കണം. ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സിൻ്റെ ടോട്ടലോ അതിൻ്റെ സ്ക്വയർ ഒന്നല്ല എടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയർ എടുത്തു, അതിൻ്റെ ടോട്ടൽ എടുത്തു അല്ലേ. അത് റൂട്ടിലല്ലേ, അപ്പോൾ √30 എന്ന് വരും × 108 അല്ലേ. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള റൂട്ടാണ് വരുന്നത്. σy² പറഞ്ഞിട്ടുണ്ട്. σy² ഇതാണ്. അപ്പോൾ × 108. അപ്പോൾ 30 × 108 3240. അപ്പോൾ 35/56.92 എന്ന് കിട്ടും. അപ്പോൾ 0.615 എന്ന് കിട്ടും അല്ലേ. 0.615 മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ആണല്ലേ. ഒരു 5, 6, 0.5, 0.6 ആ റേഞ്ചിലൊക്കെ വരുവാണെങ്കിൽ മോഡറേറ്റ് ആണ് കോറിലേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലോ σxy എന്ന് പറയുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് മോളിൽ ചെയ്ത പോലെ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇൻഡിവിജ്വൽ സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു എക്സ് വേരിയബിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക, നമുക്ക് √σx² / n ആണല്ലേ. √σx² / n. അപ്പോൾ √σx² എന്ന് വെച്ചാൽ ഈ ഒരു x² തന്നെയാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഈ ഒരു x - x വെച്ച് കണ്ടുപിടിച്ചിരുന്നേക്കുന്നത് എക്സിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ √σx² എന്ന് പറയുമ്പോൾ 30 എന്ന് വരും. അപ്പോൾ ഇവിടെ √30 / 10 എണ്ണം തന്നെ അല്ലേ. അപ്പോൾ 1.732 എന്ന് കിട്ടും. നമുക്ക് അതുപോലെ തന്നെ σy നമ്മൾ കണ്ടുപിടിക്കണം. 3.286 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് മെത്തേഡ് 2 പ്രകാരം നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 0.615 അല്ലേ. ആൻസറിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം ആൻസർ തന്നെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിലാണ് അതിൻ്റെ കമൻറ്റ്. ദർ ഈസ് മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൂടി എഴുതിയാലാണ് നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരം കിട്ടുക കേട്ടോ, അതിൻ്റെ മാർക്കും ലഭിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതേ രീതിയിലാണ് ചെയ്യുക. സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള കോറിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. രണ്ടും കിട്ടിയിരിക്കുന്ന ഒരു പൂർണ്ണ സംഖ്യയാണ്, ഹോൾ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ എക്സ് നമ്മളിങ്ങോട്ട് എഴുതി, x - x ബാർ ഇത്രയും കിട്ടി. ഇതിൻ്റെ സ്ക്വയർ അല്ലേ, നമുക്ക് x² കണ്ടുപിടിച്ചു. y എഴുതി, y - y ബാർ ഇത് കണ്ടുപിടിച്ചു. ഇതിൻ്റെ സ്ക്വയർ y², എക്സും വൈയും അല്ലേ, എക്സും വൈയും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ എക്സും അതോടൊപ്പം തന്നെ വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് XY കണ്ടുപിടിച്ചല്ലേ. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ എല്ലാം ഇതുപോലെ കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി അല്ലേ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ചുള്ള ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് അത് വേണ്ടാത്ത ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി അല്ലേ. σxy / √x² σx² × σy² അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 0.714 എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു മോഡറേറ്റ് ഡിഗ്രി ഓഫ്, നമുക്കൊരു 8ന് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഹൈ ഡിഗ്രി എന്ന് പറയാം. ഒരു 5 തൊട്ട് 7 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7.5 വരെയൊക്കെ നമുക്ക് മോഡറേറ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് ദർ ഈസ് മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് എന്നൂടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഷോർട്ട് കട്ട് മെത്തേഡ് കൂടെ നോക്കാം. ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഏതായാലും നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക്